നമസ്കാരം. നമുക്ക് ഹൈന്ദവ രീതിയിലുള്ള ജ്യോതിഷ വഴിയിലൂടെ രക്ഷപ്പെടുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതൊരു മനുഷ്യൻ ജാതി മത ഭേദങ്ങളില്ലാതെ ഏതൊരാൾക്കും മനുഷ്യനെന്ന പരിഗണനയിൽ ജീവിതം തിരിച്ചു പിടിക്കാം, രക്ഷപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അങ്ങനെ പറയുമ്പോൾ 27 നക്ഷത്രങ്ങളുണ്ട്, 9 ദശാകാലങ്ങളുണ്ട്. ഈ ദശാകാലങ്ങൾ അറിഞ്ഞ് വഴിപാട് ചെയ്ത് മുന്നോട്ട് പോയാൽ, അതായത് ഇപ്പോൾ മഴക്കാലം വരുന്നു, വേനൽക്കാലം വരുന്നു, വസന്തകാലം വരുന്നു, ശിശിരകാലം വരുന്നു. അപ്പോൾ കാലങ്ങൾ, ആ കാലത്തിനനുസരിച്ച് ഇപ്പോൾ മഴ പെയ്യണത് കുട പിടിക്കണം, കടും വേനലാണെങ്കിൽ വെയിലത്ത് അധികം ഇറങ്ങരുത്, മഞ്ഞുകാലമാണെങ്കിൽ നമ്മൾ അതിനുള്ള മുന്നൊരുക്കം വസ്ത്രങ്ങളൊക്കെ ധരിക്കണം. ആ ഒരു നിലയിൽ തന്നെയാണ് നമ്മുടെ ദശാകാലങ്ങൾ. ഈ 9 ദശാകാലങ്ങളിൽ നല്ല ദശാകാലമുണ്ട്, ആവറേജ് ദശാകാലമുണ്ട്, മോശം ദശാകാലമുണ്ട്. അപ്പോൾ ഓരോ ദശാകാലത്തിനും ഓരോ വഴിപാടുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഓരോ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയൊക്കെ ഭരിക്കുമ്പോൾ അവരുടെ നിയമങ്ങളനുസരിച്ച് നമ്മൾ ജീവിക്കുന്ന പോലെ തന്നെയാണ് ഈ ദശാകാലങ്ങൾ. ആരാണോ അതിൻ്റെ അധിപതി, അവരുടെ അധിപതിയുടെ ദേവതകൾക്ക് വഴിപാട് ചെയ്ത് ജീവിതം തിരിച്ചു പിടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ കൃത്യമായിട്ട് ദശാകാലങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ അറിഞ്ഞിരിക്കണം. ഇന്ന നക്ഷത്രമാണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അശ്വതി നക്ഷത്രമാണ് ആദ്യത്തെ നക്ഷത്രം. അങ്ങനെ പോകുമ്പോൾ കേതുർദശയിൽ എനിക്ക് 7 വർഷം കേതുർദശയുണ്ട്. അപ്പോൾ നമുക്ക് സമയം എന്നറിയില്ല. ഈ 3.5 വയസ്സ് വരെ കേതുവാണ്. പിന്നെ 20 വർഷം ശുക്രദശയുണ്ട്, അപ്പോൾ 23.5. പിന്നെ 6 വർഷം ആദ്യത്തെ ദശയുണ്ട്, അപ്പോൾ 29.5. പിന്നെ 10 വർഷം ചന്ദ്രദശയുണ്ട്, അപ്പോൾ 39. അങ്ങനെ ഓരോ ദശാകാലങ്ങളനുസരിച്ച് അതിൻ്റെ കൃത്യമായ വഴിപാടൊക്കെ ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാം. അങ്ങനെ ജീവിതം തിരിച്ചു പിടിക്കണമെങ്കിൽ ദശാകാലമൊക്കെ അറിയണ്ടേ? അതിന് നിങ്ങൾ ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കാം. അപ്പോൾ ജീവിതം തിരിച്ചു പിടിക്കാൻ ഒരു വഴിയില്ലെങ്കിൽ നിങ്ങൾ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട്, കല്ലൂർ പേരമംഗലത്ത്, തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയുണ്ട്. ജാതി മത ഭേദങ്ങളില്ലാതെ എല്ലാവർക്കും പ്രവേശനം നൽകുന്ന സർപ്പക്ഷേത്രത്തിന് നിലവറയ്ക്കകത്ത് പ്രവേശനം നൽകുന്ന ക്ഷേത്ര സങ്കേതമാണ്. ഇവിടെ പ്രണവഗിരിയിൽ ഓരോ ദേവതയ്ക്കും 108 പൂർണ്ണ പ്രദക്ഷിണം നടത്തി 2 ദിവസം അവിടെ നിൽക്കേണ്ടവരുണ്ട്. അതിനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. താഴെ കൗണ്ടറിലെത്തൊരു ചരട്, ഞാൻ ജപിച്ചോർത്ത് ചരടാണ്, അത് വാങ്ങി ധരിച്ചാൽ നിങ്ങൾക്ക് 27 ദിവസം വരെ ജീവിതത്തിൽ സമ്പത്തുണ്ടാകാൻ സാധിക്കും. അതിൻ്റെ ഇടയിൽ ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിച്ച് അതിൻ്റെ വഴിപാട് പ്രണവഗിരിയിലെ 11 ദുഃഖങ്ങളോടുകൂടിയ മഹാഗണപതിക്ക് എല്ലാ മാസത്തിലും വഴിപാടൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ 1.5 വർഷം വരെ ആ ഏലസിലൂടെ തന്നെ ജീവിതം തിരിച്ചു പിടിക്കാം. അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ആവാഹന പൂജയൊക്കെ നടത്തി, പിന്നെ നിങ്ങളുടെ ധർമ്മദേവതയെ പ്രീതിപ്പെടുത്തി, നിങ്ങളുടെ പിതൃക്കളെ പ്രീതിപ്പെടുത്തി, പിന്നെ വീടിൻ്റെ വാസ്തു, നമ്മുടെ വാസ്തുകാര്യം ചെക്ക് ചെയ്ത് എന്തെങ്കിലും തെറ്റുകുറ്റമൊക്കെ ഉണ്ടോ, ചെറിയ മിസ്റ്റേക്കൊക്കെ ഉള്ളതെന്ന് കണ്ടെത്തി അതെല്ലാം ക്ലിയർ ചെയ്തെന്ന് പിന്നുള്ള കാലം കൃത്യമായിട്ട് ദശാകാല വഴിപാടൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ ഏതൊരു മനുഷ്യനും ജീവിതം തിരിച്ചു പിടിക്കാം. അപ്പോൾ അങ്ങനെ രക്ഷപ്പെട്ട ഒരുപാട് പേരുടെ അനുഭവസാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട്. ധൈര്യമായിട്ട് ഈ വഴിക്ക് വരാം. അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകളുടെ തന്നെ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസേവനം നടത്തി പഞ്ചാലങ്കാര പൂജയോടുകൂടി പൂജാ സംവിധാനങ്ങൾ ദ്രവ്യങ്ങളൊക്കെ കൊണ്ട് ചെയ്തു തരികയും ചെയ്യും. ഒരു വർഷത്തേക്ക് അതിൻ്റെ ഗുണമൊക്കെ ഉണ്ടാവും. അപ്പോൾ വേണമെന്നുള്ളൊരു സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക. ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ഏതൊരു മനുഷ്യനും രക്ഷപ്പെടാൻ സാധിക്കും. രക്ഷപ്പെട്ടവരുടെ അനുഭവസാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട്. അപ്പോൾ ദശാകാലങ്ങളൊക്കെ അറിഞ്ഞിരുന്നാലൊക്കെ നമുക്ക് നല്ല സമയമാണോ മോശം സമയമാണോ, ഇപ്പോൾ കരുതിയിരിക്കേണ്ട കാലമാണോ, ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ 27 പേജുകളുള്ള ജാതകങ്ങൾ ഇവിടുന്ന് എഴുതി നൽകും. അപ്പോൾ ആവശ്യമുള്ളവർ സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും. അപ്പോൾ ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന ജയപരാജയങ്ങളുടെ കാരണം നമുക്ക് നേരത്തെ കൂട്ടി അറിയാൻ സാധിക്കും. അപ്പോൾ അതെല്ലാം കൃത്യമായ ജ്യോതിഷ വഴി മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതോടൊപ്പം നിരവധി അനുഭവസാക്ഷ്യം വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശകാലം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിൻ്റെ അധിപതികളായിരിക്കുന്ന ദേവതകൾക്ക് കൃത്യമായിട്ട് എല്ലാ മാസത്തിലും വഴിപാട്, ചെറിയ ചെറിയ വഴിപാടുള്ളൂ, 100 രൂപ 150 രൂപയുടെയൊക്കെ വഴിപാടുണ്ടുള്ളൂ. കാരണം ഇത് അറിഞ്ഞിരുന്നാലുള്ള ഗുണം എന്താ, നമുക്ക് ഇപ്പം നിത്യം നമ്മൾ ഭക്ഷണം കഴിക്കില്ലേ 3 നേരം, അതേപോലെ തന്നെ അതാത് ഭക്ഷണം കഴിച്ച് നല്ല ആരോഗ്യം ഉണ്ടാകുന്ന പോലെ അതാത് ദശാകാലത്തിൻ്റെ കൃത്യമായ വഴിപാട് ചെയ്ത് കുട്ടികളായാലും, പഠിക്കുന്ന കുട്ടികളായാലും ശരി, വലിയ ആളുകളായാലും ശരി, ജോലിക്ക് പോകുന്നവരായാലും ശരി, കൃത്യമായിട്ട് ചെയ്തു പോയാൽ എൻ്റെ ഗുണമുണ്ട്. അപ്പോൾ ചെയ്തില്ലെങ്കിലോ എൻ്റെ ഗുണം ഉണ്ടാവില്ല. അപ്പോൾ നല്ല ഫുഡ് കഴിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാകുന്ന പോലെ തന്നെയാണെന്നുള്ളൊരു യാഥാർത്ഥ്യം അറിയുക. ഈശ്വര വഴിയിൽ സഞ്ചരിച്ച് ജീവിതം തിരിച്ചു പിടിക്കുന്നതിന് ദശാകാലങ്ങളും അതിൻ്റെ വഴിപാടുകളും അറിഞ്ഞിരിക്കുന്നത് വളരെ വളരെ നല്ലതായിരിക്കും എന്നൊരു യാഥാർത്ഥ്യം അറിഞ്ഞിരുന്നാൽ ജീവിതം ഏതൊരു മനുഷ്യനും രക്ഷപ്പെടാൻ സാധിക്കും എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഇത് വിഷ്ണുവാണ്, പെരുമ്പാവൂരിൽ നിന്ന് വരുന്നത്. 2016 ആദ്യമായിട്ട് വീഡിയോ കണ്ടുവരും. വീഡിയോ കണ്ടുവന്നതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ പൂജയിലേക്കാണ് വരുന്നത്. സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ മാറ്റുന്നതല്ല, അല്ലാതെ ചെറിയ ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങൾ, ജോലി തടസ്സങ്ങൾ, അങ്ങനെ അത് കഴിഞ്ഞ് ആവാഹന പൂജ കഴിഞ്ഞിട്ട് ആൾ ജ്യോതിഷം പഠിച്ചെടുത്തിട്ട് പെരുമ്പാവൂർ ശിക്ഷനായിട്ട് ജ്യോതിഷം നോക്കാനിരിക്കുന്നുണ്ട്. എന്തായാലും ആൾ എല്ലാ മാസത്തിലും ഒരു 4-5 പ്രാവശ്യം, 5 തോന്നുന്നു, ഒരു മാസത്തിൽ പല പ്രാവശ്യങ്ങളിൽ ക്ഷേത്രത്തിൽ വരും. അപ്പോൾ നല്ലൊരു ഭക്തനും കൂടിയാണ്. അപ്പോൾ ആൾക്ക്, നിങ്ങൾക്ക് പെരുമ്പാവൂരുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെരുമ്പാവൂർ അതിന് ശേഷൻ്റെ സഹായം വേണമെന്നുണ്ടെങ്കിൽ വിഷ്ണുവിൻ്റെ ധൈര്യമായിട്ട് പോകാം. അപ്പോൾ ധൈര്യമായിട്ട് കാണുക.
ജീവിതം തിരിച്ചു പിടിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ചെറുപ്പക്കാർ ഈ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള മണ്ടത്തരത്തിന് കുറേ മാറ്റം ഉണ്ടാകും. സിത്തു ശശീന്ദ്രനാണ്, കൊയിലാണ്ടി കൊല്ലത്തുനിന്ന് വരുന്നു. 2021 ആദ്യമായിട്ട് വീഡിയോ കാണാണ്. വീഡിയോ കണ്ടിട്ട് ചെറുപ്പക്കാരാണ്, അപ്പോൾ കുറച്ചുകൂടി ഉത്സാഹം ഉണ്ടെങ്കിൽ ഒരുപാട് സ്ഥലത്തൊക്കെ പോയി ഒരുപാട് പൈസ ഒക്കെ ചിലവഴിച്ച്, ചെറുപ്പമാണെങ്കിൽ പോലും ഇതിനു വേണ്ടി ഒരുപാട്, അതായത് ആത്മീയയിലൂടെ തന്നെയുള്ളൊരു യാത്രയാണ്. അങ്ങനെ ഇവിടെ എത്തി. അപ്പോൾ ഒരു ഡൗട്ട് അടിച്ചാണ് വരുന്നത്, കാരണം ശരിയാവുന്നത് ആദ്യമായിട്ട് പ്രായച്ചിത്ത ബലിയിടാണ്. പ്രായച്ചിത്ത ബലി ഇട്ട് കഴിഞ്ഞപ്പോൾ ജീവിതത്തിലുള്ള മാറ്റം സ്വയം തിരിച്ചറിഞ്ഞു. പിന്നീട് സ്പെഷ്യൽ, അതായത് പൂജ തന്നെ ഞാൻ 56,000 പറഞ്ഞ് 6 മാസം വെയിറ്റ് ചെയ്യണം, ഇതിനുവേണ്ടി കൂടുതൽ പൈസ അടച്ചാൽ പെട്ടെന്ന് കിട്ടും 1 മാസത്തിനുള്ളിൽ. അപ്പോൾ അങ്ങനെ സിത്ത് നേരെ പൂജയിലേക്ക് വരും. പൂജ കാണുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈ സർപ്പദോഷം വന്നാലുണ്ടാകുന്ന വലിയ ബുദ്ധിമുട്ട്, അതിൻ്റെ ഒരു മാറ്റം എങ്ങനെയുണ്ടെന്ന് സിത്ത് തന്നെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരണം. അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ ആഹ്വാന പൂജയുടെ പുണ്യം ആദ്യം മനസ്സിലാക്കും. നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെപ്പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയ ആളാണ് ഞാനും. സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ 5 പ്രതിഷ്ഠ, അല്ലെങ്കിൽ 1 പ്രതിഷ്ഠ, അല്ലെങ്കിൽ ഒരു 2 പ്രതിഷ്ഠ, അങ്ങനെയുള്ളൂ. 27 ഭഗവാന്മാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും വരാൻ തോന്നും. അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി എവിടെയുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന്. അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. വിളിച്ചാൽ വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഇവിടുന്ന് പോകുന്നത്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇനിയും എല്ലാവരും വരിക. എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ നിങ്ങൾക്ക് കിട്ടട്ടെ. അത് മാത്രമല്ല, ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല. അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളത്, നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത്. അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ്. പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ, ഗണപതി തന്നെ 8 തരത്തിൽ അഷ്ടഗണപതികൾ സെപ്പറേറ്റായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ. പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റായിട്ട് ഇങ്ങനെ 8 ഗണപതിയും പ്രതിഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോന്നിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. എന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെയുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു.